അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ ആലിഹി വസഹബിഹി അജ്മഈൻ. വേദിയിലും സദസ്സിലുമുള്ള പ്രത്യേകിച്ച് മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവരുടെ പേരിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴും വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ കാര്യം മറന്നു പോയിട്ട് എന്തിനാ വന്നു തന്നത് അവസാനത്തേക്ക് എത്തുമ്പോൾ മറന്നു. എല്ലാവിധ ആശംസകളും ഈ ഒരു പരിപാടിക്ക് നേരുകയാണ്. അള്ളാഹു അതിൻ്റെ എല്ലാ പൂർണ്ണ അർത്ഥത്തിലും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലെത്താൻ ഈ മഹല്ലത്തിനെയും സഹായിക്കുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വല്യാപ്പ ആരോത്ത് വല്യാപ്പ, അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ എൻ്റെ അമ്മാവൻ അബുവാജി തുടങ്ങി എൻ്റെ വന്യനായ പിതാവ്, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ ജ്യേഷ്ഠൻ അടക്കമുള്ള ഒരുപാട് കരളിൻ്റെ കഷ്ണങ്ങൾ അവസാനം എത്തിപ്പെട്ട മണ്ണാണിവിടെ. ഇൻഷാ അല്ലാഹ് അള്ളാൻ്റെ വിധി ഉണ്ടെങ്കിൽ, അങ്ങനെ പാറിപ്പറന്ന് പോയിട്ടില്ലെങ്കിൽ, ഇപ്പോഴത്തെ കാലം അങ്ങനെയൊക്കെ ആണല്ലോ, ഇല്ലെങ്കിൽ ഞാനും എത്തിപ്പെടേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടും വയ്യോട്ടൊന്നും ഒരുപാട് ആലോചിക്കേണ്ടതില്ല എന്ന ബോധത്തിലുമാണ് ഞാൻ ഈ പരിപാടിയിൽ ഏറെ സന്തോഷത്തോടെ പങ്കെടുക്കുന്നത്. എങ്കിലും സമയത്തെ പറ്റിയൊന്നും നാസർ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് പിന്നെ അത് ഉപയോഗിക്കാമെന്ന് വിചാരിക്കാം അല്ലേ. പിന്നെ ഇല്ല, കൂടുതലൊന്നും എടുക്കില്ല. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പദ്യം ഓർമ്മ വരിക. ഒരുപാടൊന്നും ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനും നാസർ 45 കൊല്ലം മുമ്പേ ഞങ്ങൾ രണ്ടും ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾ. ബുദ്ധിയും ബീറും ഉള്ളതിന് ഓന് അൽഹംദുലില്ലാഹ് റാഹത്തിൽ പോയി. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. കാരണം അതിനൊക്കെ ഒരു ഇതൊക്കെ വേണമല്ലോ, വിവരവും വിദ്യാഭ്യാസമൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ എന്നാലും ഞാൻ ഞാൻ പഠിച്ച ഒരു പദ്യം എൻ്റെ മനസ്സിലുണ്ട്. എന്താ അറിയോ, നല്ല കൃഷിക്കാരൻ താൻ വിത്തൊരു കല്ലിൽ വിതച്ചാൽ കരികേയുള്ളൂ, നല്ലൊരു വയലിൽ അത് ഉഴുത് വിതച്ചാൽ നെല്ലൊരു നാഴിക്കൊരു പറ വിളയും എന്ന കണക്കെ കേൾക്കുന്നവരറിയുന്ന ജനങ്ങൾ മഹത്തുകളെങ്കിൽ ഇന്നവനെന്നില്ല അവനുടെ വാക്കുകൾ നന്നെന്നും വരും ഇതിനുടെ അർത്ഥം എന്നാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ മാന പറയാണ്ട് തന്നെ സംഗതി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊങ്ങനൊക്കെ ആയിട്ട് ഇവന് ഇനിയിപ്പോൾ വന്നൊരു വാത് കാരണം ഇവിടെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിലൊരാശയം പറഞ്ഞാണ്. ഞാൻ എൻ്റെ മഹല്ല് മീൻസ് ഞങ്ങളുടെ മഹല്ല് കിനാലൂർ സെൽഫി മഹല്ല് എന്നും ഈ മഹല്ലത്തിനോട് ചേർന്ന് നിന്ന ഒരു പാരമ്പര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും നമ്മുടെ മഹല്ലത്തിലെ ഈ കാണുന്ന ഈ മത ചിഹ്നങ്ങൾ, സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു നിലക്കും അനൈക്യത്തിനുള്ള ഒരു അടയാളമായി മാറാൻ പാടില്ലല്ലോ. ഒരു പള്ളി കാരണം, അല്ലെങ്കിൽ ഒരു മദ്രസ കാരണം, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ കാരണം നാളെ ദിവസം പ്രശ്നത്തിലാണ്. നിങ്ങൾ അർഹിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ മരുവനാണ് കബീർ, നിങ്ങളെ മൈലാമീറ്റിലുണ്ടെന്ന് തോന്നുന്നു, കബീർ KK കബീർ എന്നോട് പറഞ്ഞു, സ്മേക്കാക്ക് ഇങ്ങനെ യുവാക്കൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് അൽഹംദുലില്ലാഹ് റാഹത്താണ്, വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം നാസർ സാഹിബ് ഒരുപാട് കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ മുന്നിൽ അതോടനുബന്ധിച്ച് ഒരുപാട് ദഅവാ പ്രവർത്തനങ്ങൾ നടക്കും. അതൊക്കെ റാഹത്താണ്, നല്ല കാര്യങ്ങളാണ്. അതോടുകൂടി ഞാൻ എൻ്റെ ഉള്ളതാട്ടോ പറയുന്നത്. ഇവിടെയൊക്കെ ഇതാണ് പറഞ്ഞത് കേട്ട പ്രകാരം. വെറുതെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു സദസ്സിന് മുമ്പിൽ നാസർ സാഹിബ് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുന്നു. നമ്മൾ വളർന്നു വരുന്ന കുട്ടികളിലെ അപ്പോൾ നമ്മൾ
ഒരു ഇഷ്യൂസിൻ്റെ പേരിലാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ 2 വീടുകൾ, ആങ്ങളെയും പെങ്ങളെയും അന്ന് കൂട്ടിക്കോളിങ്ങൾ, ആ വീടുകളിൽ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, പെട്ടെന്ന് നിർത്തും. അപ്പം ആ ആങ്ങളുടെ ഓളും ആങ്ങളെയും മക്കളും ഒക്കെ പെങ്ങളെ മക്കളോടും പെങ്ങളോടൊക്കെ എന്തെങ്കിലും ഈർഷ്യയിലാണെങ്കിൽ ആ മക്കളത് ഉൾക്കൊള്ളും. എന്നിട്ട് അമ്മായി അമ്മായി അമ്മ പറയുന്നിട്ട് എൻ്റെ വാപ്പ പറയുന്നത് ഒരു നിലക്കും കോംപ്രമൈസ് ഇല്ല. അപ്പോൾ അമ്മായിനെ കണ്ടാൽ ആ അമ്മായിൻ്റെ മക്കളെ കണ്ടാൽ ഒക്കെ വെറുപ്പ് ആ മക്കൾക്ക് അടക്കും. എന്താ അറിയോ, എൻ്റെ പുരയിലുള്ളൊരു സിറ്റുവേഷൻ അതാണ്. എന്തോ ഒരു അനഭിമിതരാണ്, അവർ വെറുക്കപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ എൻ്റെ വാപ്പാനോട് അങ്ങനെ ചെയ്തോളാന്ന്, മുതൽ തട്ടിയെടുത്തോളാണ്, അല്ല അങ്ങനെ ചെയ്തോളാം. അപ്പോൾ ഈ ആങ്ങളുടെയും മക്കളെയൊക്കെ ഓളെയൊക്കെ ധാരണ എന്താണ്, ഇതെന്തോ ഒരു ശത്രുസപക്ഷത്തുള്ള ആളുകളാണ്. അതങ്ങനെ തെറ്റിയാൽ അറിയാം, മക്കളെ ഭാഗത്തു നിന്ന് കൂടിയുള്ള പെരുമാറ്റത്തിലറിയാം ഈ കുടുംബങ്ങൾ രണ്ടും തമ്മിൽ അനൈക്യത്തിലാണെന്നറിയാം. അതുപോലെ അത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ, അതുപോലെ നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ ഇവിടെയുള്ള ഈ സംഘടനാപരമായ കാര്യങ്ങളായാലും ആദർശത്തിലൊക്കെ കണിശത വേണം. അതാരാണോ എവിടെയാണോ അത് അവരതിനെ ആക്ഷേപിക്കാൻ നമ്മൾ പോകേണ്ടതില്ല. യോജിക്കാവുന്ന മേഖലകളിൽ മൊയ്തീൻ യോജിക്കുക. പൊതു ശത്രു നാട്ടിലുണ്ടെന്നറിയാം. എനിക്ക് ഏറെ ബഹുമാനം തോന്നിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സുഖിപ്പിച്ച് പറയുമെന്നല്ല കേട്ടോ. അടുത്തിടെ ഉണ്ടായ ഇടത്തനാട്ടുകാരെ ജോലി ചെയ്യാണ് നമ്മൾ ടി കെ അസ്ര സാഹിബ് അല്ലേ, ഇടത്തനാട്ടുകാരെ സ്കൂളല്ലേ. അപ്പം ആ ഒരു നിലപാട് വല്ലാതൊരു നിലപാടാണ്. എല്ലാവരും പാർത്തും പതിയൊക്കെ കളിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഉണ്ട്, പല സംഘടനകളോ കാര്യങ്ങളൊക്കെ. മൂപ്പര് സസ്പെൻഷൻ നടക്കുക. സസ്പെൻസൊന്നും ഏറ്റവും വലിയ കാര്യമൊന്നുമല്ല, അതിനൊന്നും അമ്മക്കാർക്കൊട്ട് പേടിയില്ല. പക്ഷേ നിലപാട് ഉറക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ചെറിയൊരു നീ ആട് മാറിക്കട എന്ന് അത് പിന്നെ ആ അഭിപ്രായ പ്രകടനമൊക്കെ നമ്മെ സംബന്ധിച്ചോളം നമ്മളെയും നമ്മളെ യുവാക്കളെയൊക്കെ പറയാൻ തൻ്റെ അടുത്ത് കൂടി പറയാൻ കഴിയുക. ചില വിഷയങ്ങൾ ചിലത് പറഞ്ഞ പൊട്ടക്കൻ്റെ ചാടിയും ചെയ്യരുത്, പക്ഷെ പക്വതയോടുകൂടി ആ പ്രസ്താവനകളും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പറയേണ്ടത് ഏതോൻ്റെ മുമ്പിൽ പടച്ച റബ്ബിൻ്റെ ആ മെസ്സേജുകൾ, പ്രവാചകൻ്റെ മെസ്സേജുകൾ, അതോടനുബന്ധിച്ച് ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് കോട്ടം വരുമെന്ന് തോന്നുമ്പോൾ മുഖത്ത് തൂക്കി പറയാനുള്ള ഒരു തൻ്റേടുണ്ടല്ലോ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊക്കെ ആവശ്യമാണ്. ഞാൻ ഇരുന്നു ഒരാളെങ്കിലും പറഞ്ഞല്ലോ എന്ന് ഞാൻ സ്വയം അഭിമാനം കൊണ്ട നിമിഷങ്ങളാണ്. അതോടുകൂടി തന്നെ നമ്മൾ ഒരു പള്ളിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള നാട്ടിലുള്ള ആളുകൾ അവൻ ഇവൻ എന്ന വേർതിരിവ് ഈ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് വളർന്നു വരുന്ന ആ അപകടകരമായ അവസ്ഥയെപ്പറ്റി നമ്മൾ ജാഗ്രത പാലിക്കണം. ഈ ആകെ എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ് പാതാ എന്തറിയോ, നമ്മൾ വരുന്ന കുട്ടികൾ, യുവാക്കളാകട്ടെ വിദ്യാർത്ഥികളാകട്ടെ, അവരതൊന്നും ശ്രദ്ധിക്കേണ്ട. അവർക്ക് ആദർശം എന്താണോ, നമ്മൾ ഇവിടെ ഒരാദർശം അല്ല, ഇവിടെ ഒരാദർശം മീൻസ് അള്ളാഹിൻ്റെ ആ വജഹ് ഉദ്ദേശിച്ചു കൊണ്ടില്ല, അത് ശക്തമായിട്ട് നമുക്ക് പറയാം. അതോടുകൂടി അത് വൈരാഗ്യത്തിലേക്ക് വഴിമാറുന്നതിനെ പറ്റി വളരെ ആലോചിക്കേണ്ടതുണ്ട്. അത് ചില പ്രവണതകൾ ചിലയിടത്തിലൊക്കെ ഇവിടെ അല്ല കേട്ടോ, ഇവിടെ എല്ലാം പറയുന്നത് ചിലയിടത്തിലൊക്കെ അങ്ങനെ ഓനാതാണോ ഞാനിതാണോ ഓനാതാ എന്നുള്ളതല്ലാതെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തുക. അത് അതിൻ്റേതായ ആ ലൈനിൽ അത് പോവുക. ബന്ധങ്ങളും കുടുംബങ്ങളും ചേർത്ത് പിടിക്കലും ചേർത്ത് നിൽക്കലും അതുപോലെ തന്നെ ഐക്യപ്പെടലും അനൈക്യത്തെപ്പറ്റി സൂക്ഷ്മത പാലിക്കലും ഇതൊക്കെയും നമ്മളെ യുവാക്കളെയും കുട്ടികളൊക്കെ നമ്മളൊക്കെ ഞാനടക്കമുള്ള എൻ്റെ മഹലിലടക്കമുള്ള ആളുകളെ കുട്ടികളെ ബോധ്യപ്പെടുത്തലും ഇതിൻ്റെ ഭാഗമായി മാറണം. അതിലാണ് നമ്മുടെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം അന്തിയുറങ്ങുക. ഈ മണ്ണോടുള്ള ഇപ്പോഴുള്ള ഈ മുഹബത്ത്, ആ മുഹബത്ത് മരണം വരെ നിലനിർത്താനുള്ള ഒരു മാനസികാവസ്ഥ, അതിനുള്ളൊരു സാഹചര്യം, ആ ഒരു മണ്ണായിട്ട് തന്നെ അവിടെ നിൽക്കണമെന്നാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും ആഴത്തിൽ ഡീപ്പായിട്ട് ബാധിക്കരുത്. അതിന് വേണ്ട പക്വതയും പാകതയും അത് പരിഹരിക്കാനും അത് നിരീക്ഷിക്കാനുള്ളൊരു നേതൃത്വം അവിടെ ഉണ്ട് എന്നറിയാം. അവരോട് ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാനൊരു വിനീതനായ ഞാൻ 1900 നാസർബായിക്ക് അറിയാം, 76, 77 കാലഘട്ടത്തിലൊക്കെ ആലുശ്ശേരി മേഖലൻ്റെ ഒക്കെ വലിയ സംഭവമാണ്. MSMൻ്റെ ഒക്കെ ഞാനൊന്നും കിനാലൂർ ശാഖൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ ഞാനിങ്ങനെ വേദനായി കാര്യം വിദ്യ ആർമി കോളേജിൽ പോകുമ്പോൾ നേർക്കേറെ ആർമി കോളേജിൽ പോവുകയോ പഠിക്കുകയൊക്കെ വേണോ.
അതൊന്നും ഇല്ലാതെ ഞാനിവിടെ കുത്തില്ല, ഞാൻ ഇങ്ങനെ കാര്യമൊന്നുമില്ല. ആ വിദ്യാഭ്യാസവും കാര്യങ്ങളും ആ തിരിച്ചറിവും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞാൻ ആരാണ്, ഞാൻ ആരല്ല, ഞാൻ ആരാണ്ട് ആവാഞ്ഞത് എന്തുകൊണ്ടാണ്, അതുകൊണ്ടായ നഷ്ടങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റേതായ പോസിറ്റീവായി കണ്ടുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി നന്മ ഉള്ളിടത്ത് അതിനോട് പക്ഷം ചേർത്തുകൊണ്ട് പ്രവർത്തിക്കാനും സഹകരിച്ച് നിൽക്കാനും എല്ലാവരും തയ്യാറാവണം. ഈ പരിപാടികൾ ഇതോടനുബന്ധിച്ച് ഒരുപാട് ദഅവാ പ്രവർത്തനങ്ങൾ നടന്നു. അൽഹംദുലില്ലാ, അതിനുള്ള എല്ലാ അനുഗ്രഹവും പ്രതിഫലവും അള്ളാഹു ഈ സംഘാടകർക്കും ഈ മഹല്ലത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥന കൂടി എല്ലാവിധ ആശംസകൾ നേർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.